ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ടെക്നിക്കാണ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള എല്ലാ ഇൻഫ്ലോസിനെയും നമ്മൾ എന്ത് ചെയ്യും? രണ്ട് തരത്തിലാണ് ക്യാഷിന്റെ ഫ്ലോ ഉള്ളത്. ഇൻഫ്ലോസും ഉണ്ട്, ഫ്യൂച്ചറിലെ ക്യാഷ് ഇൻഫ്ലോസും ഉണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോസും വരുന്നുണ്ട്. അതിനെയൊക്കെ ഡിസ്കൗണ്ട് ചെയ്യുക പ്രസന്റ് വാല്യൂയിലേക്ക്. അതിനുശേഷം പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയിൻ്റെ അതിൽ നിന്ന് ഇൻഫ്ലോസിൻ്റെ പ്രസന്റ് വാല്യൂ കുറയ്ക്കുക. അതായത് ക്യാഷിൻ്റെ ഇൻഫ്ലോയിനെയും ഔട്ട്ഫ്ലോയിനെയും ഫസ്റ്റിലെ പ്രസന്റ് വാല്യൂയിലേക്ക് മാറ്റിയതിന് ശേഷം ക്യാഷ് ഔട്ട്ഫ്ലോൻ്റെ പ്രസന്റ് വാല്യൂവിൽ നിന്ന് ക്യാഷ് ഇൻഫ്ലോൻ്റെ പ്രസന്റ് വാല്യൂവിനെ നമ്മൾ കുറയ്ക്കുക. അങ്ങനെ ബാലൻസ് കിട്ടുന്ന ബാലൻസിനെയാണ് നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഔട്ട്ഫ്ലോയിൽ നിന്ന് ഇൻഫ്ലോയിനെ കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് ഈ നെറ്റ് പ്രസന്റ് വാല്യൂ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഈ കിട്ടുന്ന വാല്യൂ ചിലപ്പം പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. പോസിറ്റീവ് ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കൂടുതൽ, ഡിസ്കൗണ്ട് റേറ്റിനേക്കാൾ കൂടുതലായിട്ട് നിൽക്കുന്നത്. നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഈവൻ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പോലും അവിടെ കവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അതായത് ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ കുറവാണ്, ഡിസ്കൗണ്ട് റേറ്റിനേക്കാൾ കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് തിയറിറ്റിക്കലി NPV എന്താണെന്ന് പറയാനുള്ള കാരണം. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ കമ്പ്യൂട്ടേഷനാണ്. ഇവിടെ ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ആദ്യം നമ്മൾ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എത്ര ഡിറ്റർമിൻ ചെയ്യണം, പിന്നെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ, ക്യാഷ് ഇൻഫ്ലോൻ്റെ ഔട്ട്ഫ്ലോൻ്റെയും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ NPV കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതായത് ആ ഡിഫറൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഡിസിഷൻ എടുക്കേണ്ട റൂൾ, ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊജക്റ്റുകൾ തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ തരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ NPV ഉള്ളത് ഏതിനാണോ അതിനെയാണ് നമ്മൾ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ആക്സെപ്റ്റ് എ പ്രൊജക്റ്റ് ഇഫ് ഇറ്റ് ഈസ് നെറ്റ് PV. NPV ഈസ് പോസിറ്റീവ്. NP നെഗറ്റീവ് ഫിഗറാണ് കിട്ടുന്നത് വെച്ചാൽ അതിനെ റിജക്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഡെസിഷൻ എടുക്കാനുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അതേപോലെ തന്നെ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ടെക്നിക്സ് ആണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ARR ഒഴികെയുള്ളത് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. ടാക്സ് കൊടുത്തതിന് ശേഷമുള്ളതും എന്നാൽ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നതിന് മുന്നുള്ള ക്യാഷ് ഇൻഫ്ലോസ് ആണ് ഇവിടെ എപ്പോഴും എടുക്കുക. ARR മെത്തേഡിൽ മാത്രം ക്യാഷ് ഇൻഫ്ലോ ഈസ് ദ പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ്. അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ARR മെത്തേഡ് കണക്കാക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ഡിപ്രീസിയേഷനും ടാക്സും കൊടുത്തതിന് ശേഷമുള്ളതാണ് കണക്കാക്കുക. NPVയിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ടാക്സ് കൊടുത്തതിന് ശേഷവും എന്നാൽ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ക്യാഷ് ഇൻഫ്ലോ ആണ് അവിടെ എടുക്കുന്നത്. ഇതിലിവിടെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് NPV എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈച്ച് ഓഫ് ദ പ്രോജക്റ്റ് A ആൻഡ് B റിക്വയർസ് ആൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ₹1 lakh. അതായത് നമുക്ക് പ്രോജക്റ്റ് Aയും Bയും 2 പ്രൊജക്റ്റുകൾ തന്നിട്ടുണ്ട്. 2 പ്രൊജക്റ്റിലേക്കും നമ്മൾ ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് സെയിം ആണ്. രണ്ടിലും 1 lakh ആണ് ഇടുന്നത്. പക്ഷേ പ്രൊജക്റ്റ് Aയിൽ നമ്മൾ 1 lakh ഇൻവെസ്റ്റ് ചെയ്തപ്പം നമുക്ക് ഓരോ വർഷം കിട്ടിയ ഇൻഫ്ലോസ് ആണ് പറയുന്നത് 30, 40, 40, 30, 30 അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട് 5 വർഷത്തെ. പ്രൊജക്റ്റ് Bയിലും നമ്മൾ 1 lakh ഇൻവെസ്റ്റ് ചെയ്തു. അവിടുന്ന് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ് 5 വർഷത്തോടെ തന്നിട്ടുണ്ട്. നമ്മളോട് ഇതിൻ്റെ ബേസ്ഡ് NPV മെത്തേഡിൽ കാണാനാണ് പറഞ്ഞത്. ഏത് പ്രൊജക്റ്റാണ് ബെറ്റർ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇത്രയാണ് കാര്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ട വിധം എന്നുള്ളത് നോക്കാം. ആദ്യം ഞാൻ പ്രൊജക്റ്റ് Aയുടെ കാര്യം പറഞ്ഞുതരാം. അതിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഫസ്റ്റ് നമ്മൾ എഴുതുന്ന ഹെഡിങ് ഇയേഴ്സ് ആണ്. 5 വർഷം നമുക്ക് എന്തുണ്ടായിട്ടുണ്ട്? ക്യാഷ് ഇൻഫ്ലോ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും ഇവിടെ കാണിക്കണം, ഓരോ വർഷം കിട്ടി ക്യാഷ് ഫ്ലോയും ഇവിടെ കാണിക്കണം. പിന്നെ 15% ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് ഫാക്ടറിൽ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ ക്വസ്റ്റിലെ ഡിസ്കൗണ്ട് ഫാക്ടർ. അപ്പോൾ അവിടെ 15% ആണ് എടുത്തിട്ടാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഏത് പെർസെൻറ്റേജിലാണോ കാണുന്നത് ആ പെർസെൻറ്റേജ് അവിടെ കൊടുക്കാം. 15%ലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ പ്രസൻറ്റ് വാല്യൂ ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും 4 ഹെഡിങ് ആണ് വരേണ്ടത്. ആദ്യം നമ്മൾ ഇയർ എഴുതി, ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് ഫ്ലോ കാണിച്ചു, അതിൻ്റെ 15% ഡിസ്കൗണ്ട് ഫാക്ടർ കാണിച്ചു, പ്രസൻറ്റ് വാല്യൂ കാണിച്ചു. ആദ്യത്തെ പോയിന്റ് നോക്കാം. 0 എന്ന് കാണിക്കുന്നത് അല്ലെങ്കിൽ 0 എന്ന് കാണിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, നല്ല ഇൻഫ്ലോ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയല്ലേ, അതുകൊണ്ടാണ് ഇവിടെ -1 lakh നിന്ന് കാണിച്ചത്. 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതിനപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് ഫാക്ടർ ഒന്നും അപ്പോൾ നമുക്ക് ആ ഇറക്കുന്ന വർഷം തന്നെ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതൊന്നും കാണിക്കാനില്ല. സോ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തിൻ്റെ? ആ 1 lakh തന്നെയാണ്. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഇൻഫ്ലോ വരുന്നത് 1 year കഴിയുമ്പോഴാണല്ലോ. അപ്പോൾ ഒന്നാമത്തെ വർഷം നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 30,000 രൂപയാണ്
ആദ്യത്തെ വർഷം കിട്ടിയ ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഈ 30,000 എഴുതിവിടാം. ഇനി 15% ഡിസ്കൗണ്ട് ഫാക്ടറാണ്. അപ്പം നിങ്ങൾ പ്രസൻറ്റ് വാല്യൂ ടേബിൾ എടുക്കുക, എന്നിട്ട് 15% എടുക്കുക. ആ 15%ൻ്റെ ഒന്നാമത്തെ വർഷം എത്രയാ വന്നെന്നുള്ളതാണ് നോക്കേണ്ടത്. ആ എമൗണ്ടുകളാണ് അവർ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കൂ, 15%-ൽ ഒന്നാമത്തെ വർഷം നമുക്ക് വന്നിരിക്കുന്നത് എത്രയാണ്? 0.87 ആണ്. രണ്ടാമത്തെ വർഷം 0.756, 3 0.658, നാലാമത്തെ വർഷം. ഇതൊക്കെ ഓരോ വർഷത്തിൽ നേരെ വരുന്നതാണ്. നമുക്ക് 5 വർഷം വരെ വേണം. 0.497 വരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് വരെ തന്നെയല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ ഓരോ തവണയും മറിച്ച് നോക്കണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ വർഷം മുതൽ 5ാമത്തെ വർഷം വരെ നമ്മളിവിടെ വാല്യൂ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 30,000ൻ്റെ പ്രസൻറ്റ് വാല്യൂ അറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ 30,000നെ ഈ പ്രസൻറ്റ് വാല്യൂവിൽ കിട്ടിയ ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂസാണ്. ഓരോ വാല്യൂവിനെയും അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ അർത്ഥം എന്താ? 30,000 രൂപ അന്ന് നമുക്ക് ഇൻഫ്ലോ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന് പ്രസൻറ്റ് വാല്യൂ കൺവേർട്ട് ചെയ്യുമ്പം അതിന് എത്ര വാല്യൂ ഉള്ളൂ? 26,200 രൂപയുടെ മൂല്യമേ ഇതിനുള്ളൂ. അങ്ങനെ ഇവ തമ്മിൽ ഇൻറ്റു ചെയ്ത എമൗണ്ടാണിത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ മൊത്തത്തിൽ എത്ര ക്യാഷ് ഇൻഫ്ലോ വന്നിട്ടുണ്ട്, ക്യാഷിൻ്റെ ഇത് വന്നിട്ടുണ്ട് നോക്കുക. അതായത് 30, ഇവിടെ ഇത് 1 lakh നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല, അത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലേ. നമുക്ക് കിട്ടിയത് മാത്രം എത്ര നോക്കുക. 1,70,000 ആണ് നമുക്ക് 5 വർഷം കൊണ്ട് കിട്ടിയിരിക്കുന്ന. അതായത് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ബിസിനസ്സിൽ 5 കൊല്ലം കൂടി കൂട്ടിയപ്പം 1,70,000 വരെ ഇൻഫ്ലോ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ശരിക്കും അത് 1,70,000 മൂല്യമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തപ്പം പ്രസൻറ്റ് വാല്യൂ കൺവേർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ശരിക്കും എത്രയേ ഉള്ളൂ? 1,14,730 രൂപയുടെ വാല്യൂ അതിനുള്ളൂ. ഇതാണ് പ്രസൻറ്റ് വാല്യൂ കണക്കാക്കുന്നതിൻ്റെ. ഇനി ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന്, ഈ പ്രസൻറ്റ് വാല്യൂവിൽ നിന്ന്, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 1,70,000 കിട്ടി പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറയും എന്താ, എനിക്ക് 70,000 രൂപയാണ് ഇതിൻ്റെ ലാഭം കിട്ടി പറയും. കാരണം 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, 1,70,000 കിട്ടി. അപ്പോൾ 70,000 നമുക്ക് പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ ഒറ്റയടിക്ക് പറയും. പക്ഷേ പ്രസൻറ്റ് വാല്യൂവിൽ നമ്മൾ നോക്കുമ്പം ശരിക്കും എത്രയേ കിട്ടിയിട്ടുള്ളൂ? നമുക്ക് ആകെ 1,14,730 വാല്യൂ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യുക? 1 lakh ലെസ് ചെയ്യുമ്പോൾ ബാലൻസ് 14,700. അപ്പോൾ ശരിക്കും അതിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയേ കിട്ടിയിട്ടുള്ളൂ? 14,730 ആണ് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് പ്രൊജക്റ്റ് ബിയും ചെയ്യേണ്ടത്. പ്രൊജക്റ്റ് ബിയിലും നമ്മൾ എന്ത് ചെയ്തു? ഇയർ പിന്നെ ഇവിടെ ഓൾറെഡി ഫസ്റ്റിലുള്ളതുകൊണ്ട് കോമൺ ആയിട്ട് അങ്ങനെ എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം 1 lakh ഇൻവെസ്റ്റ് ചെയ്തു, ഓരോ വർഷം കിട്ടിയ ക്യാഷിൽ ഇൻഫ്ലോ എഴുതി. ഇവിടെ 1,70,000 കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഡിസ്കൗണ്ട് ഫാക്ടർ എഴുതി, പിന്നെ പ്രസൻറ്റ് വാല്യൂ എഴുതി. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 1,10,770 ആണ് കിട്ടിയത്. ഈ കിട്ടിയ വാല്യൂവിൽ നിന്ന് നമ്മൾ ആദ്യം ഇറക്കിയ 1 lakh മൈനസ് ചെയ്യുമ്പോൾ 10,770 ആണ് വന്നത്. രണ്ടും ഇവിടെ പോസിറ്റീവ് ഫിഗർ ആണ്. അതിൽ ഏതാണോ കൂടുതൽ അതാണ് നമ്മൾ ബെറ്റർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടി നിൽക്കുന്നതല്ലേ, അതുകൊണ്ട് പ്രൊജക്റ്റ് എ ആണ് ബെറ്റർ ആയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? NPV ഹയസ്റ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഹയർ ആയിരിക്കുന്നത് ഈ ഒരു പ്രൊജക്റ്റിലാണ്. അപ്പോൾ ഇത്രയാണ് ഈ NPV മെത്തേഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിലൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ ഓരോ വർഷവും കിട്ടിയ ഇൻഫ്ലോ ക്യാഷ് വന്നിരിക്കുന്നത് വ്യത്യസ്ത എമൗണ്ടുകളായിട്ടാണ്. എല്ലാം ഒരേ എമൗണ്ട് അല്ല. ഇനി എല്ലാം ഒരേ എമൗണ്ടാണ് എല്ലാ വർഷവും കിട്ടുന്നതെങ്കിൽ ചെയ്യേണ്ട വിധാനം ഇവിടെ കാണിച്ചിരിക്കുന്നത്. വളരെ ഈസിയാണ് അത് ചെയ്യുമ്പം. കാരണം ഇവിടെ എന്താ, ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാരണം ഒരു 10,000 വെച്ചിട്ട് എല്ലാ വർഷവും നമുക്ക് കിട്ടിയെന്ന് പറയുമ്പം ഡിസ്കൗണ്ട് ഫാക്ടർ 10% ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? 10% താഴെയുള്ള ഇവിടെ 4 വർഷത്തെ കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 പോയിന്റുകൾ എടുത്ത് എഴുതി ഇത് ടോട്ടൽ ചെയ്തു. 3.169 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3.17 തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ എളുപ്പമാണ്? അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാണാൻ എളുപ്പം. നേരെ ഓരോന്നിനും ഇൻറ്റു ചെയ്താൽ മാത്രം മതിയാവും. ശരിക്കും പറഞ്ഞാൽ ഈ കിട്ടിയ എമൗണ്ട് ഇൻറ്റു നമുക്ക് എന്ത് ചെയ്താൽ മതി? 10,000 ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നമുക്ക് എല്ലാ വർഷവും ക്യാഷ് ഇൻഫ്ലോ സെയിം ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ മാത്രം നോക്കി ഇൻറ്റു ചെയ്യാം. ഈ കിട്ടുന്ന ഉത്തരത്തിനെ നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി? നമ്മുടെ ഓരോ വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോ 10,000 ആയതുകൊണ്ട് ഒറ്റ തവണ 10,000 കൊണ്ട് ഇൻറ്റു ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? 31,700. അതായത് 31,690 എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രസൻറ്റ് വാല്യൂ എടുത്തപ്പോൾ അതൊരു 3.169 ആണ്. 169 എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്ത് പറയുമ്പോൾ 317 ആയത്. അപ്പോൾ 3.17 ഇൻറ്റു 10,000 എല്ലാ വർഷവും കിട്ടുന്നത്. അപ്പോൾ ഇൻറ്റു 10,000 ചെയ്താൽ തന്നെ എന്തായി? 31,700 ആയി മാറി. ഇത് റൗണ്ട് ചെയ്ത ഫിഗർ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് ആൾട്ടർനേറ്റീവ് മെത്തേഡായി പറയുന്നത്. ക്യാഷ് ഫ്ലോ എല്ലാം ഈക്വൽ ആവുമ്പോൾ നമുക്ക് ഇത്ര എളുപ്പമാണ് പണി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് അപ്പോൾ NPV മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്? ഇവിടെ നമ്മൾ ടൈം വാല്യൂ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാഷ് എൻറ്റയർ ലൈഫ് ഓഫ് ദ പ്രോജക്റ്റിൽ വരുന്ന ക്യാഷ് ഫ്ലോയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഇറക്കിയ പൈസ കിട്ടുന്നവരേക്ക് മാത്രമല്ല, നമ്മൾ ആ പ്രോജക്റ്റിൽ നിന്ന് എത്ര വർഷവും നമുക്ക് ഇൻഫ്ലോ കിട്ടിയോ ആ 5 വർഷം വരെ 5 നമ്മൾ കൺസിഡർ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഫേമിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിരിക്കുന്നത് എപ്പോഴാണ്? ക്യാഷ് ഇൻഫ്ലോ യൂണിഫോം അല്ലാതിരിക്കുമ്പോൾ. അതായത് ഓരോ വർഷവും കിട്ടുന്ന ക്യാഷിൻ്റെ ഫ്ലോ ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് വളരെ സ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പോൾ ചെയ്ത കണക്കിൽ അങ്ങനെയല്ലേ, ഓരോ വർഷം 30, 40, 50 ഒക്കെ ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി അതേപോലെ തന്നെ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോജക്റ്റിന് വളരെ യൂസ്ഫുൾ ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മൾ സംഭവിക്കുന്നതുകൊണ്ട് മറ്റൊരു പ്രോജക്റ്റിന് ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് NPV എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ടറി റിസൾട്ട് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രൊജക്ട്സ് ഹാവിങ് ഡിഫറെൻറ്റ് യൂസ്ഫുൾ ലൈഫ്സ്. ഓരോ പ്രൊജക്റ്റിനും പലതരത്തിലുള്ള യൂസ്ഫുൾ ലൈഫാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇത് സ്യൂട്ടബിൾ അല്ല. ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 2 പ്രൊജക്റ്റിലും. കിട്ടുന്ന ക്യാഷ് ഫ്ലോ ഡിഫറെൻറ്റും ആണ്. പക്ഷേ അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എത്രയാണെന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് 5 വർഷവും ഒരു പ്രൊജക്റ്റ് 8 വർഷമാണെന്ന് വെച്ചാൽ അത് വെച്ച് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും അത് സ്യൂട്ടബിൾ അല്ല, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ട് അല്ല കൊടുക്കുക. ഓക്കെ, ഈ ഒരു മെത്തേഡ് ഒരിക്കലും ഡിഫറെൻ്റ് എമൗണ്ടാണ് ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിലും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത ക്വസ്റ്റ്യനിൽ എയിലും ബിയിലും ഒരേ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റിയത്. ഒരു കേസിൽ 2 ലക്ഷവും ഒരു കേസിൽ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ മെത്തേഡ് അവിടെ സ്യൂട്ടബിൾ അല്ല. ആൻഡ് മൂന്നാമത്തെ കേസിൽ പറയുന്ന ഡിസ്കൗണ്ട് റേറ്റ് വിൽ ഗിവ് ഡിഫറെൻറ്റ് പ്രസൻറ്റ് വാല്യൂസ്. അതായത് പലതരത്തിലുള്ള ഡിസ്കൗണ്ട് റേറ്റുകളാണെങ്കിൽ പലതരത്തിലുള്ള പ്രസൻറ്റ് വാല്യൂസ് ആയിരിക്കും അവിടെ വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ആസ് സച്ച് ദ റിലേറ്റീവ് ഡിസൈറബിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ് വിൽ ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ദ ഡിസ്കൗണ്ട് റേറ്റ്. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് മാറുന്നതനുസരിച്ച് എന്തുണ്ടാവും? ആ പ്രോജക്റ്റിൻ്റെ ഡിസൈറബിലിറ്റിയും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ശരിക്കും ഇതിന് സ്യൂട്ടബിൾ ആയിട്ട് ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതും അവിടെ ഡിഫിക്കൽട്ടാണ്. പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു NPVയുടെ പ്രധാനമായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആകെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് NPV മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. തന്ന ക്യാഷ് ഫ്ലോനെല്ലാം നമ്മൾ എവിടേക്ക് കൺവേർട്ട് ചെയ്യും? പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും കൺവേർട്ട് ചെയ്തതിന് ശേഷം അവ തമ്മിൽ ഇൻറ്റു ചെയ്യുന്നു. ഇൻറ്റു ചെയ്തതിൻ്റെ ടോട്ടൽ എടുക്കുന്നു. ആ ടോട്ടലിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുന്നു. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒറിജിനൽ പ്രസൻറ്റ് വാല്യൂ കിട്ടുന്നത്. അത് എപ്പോഴും പോസിറ്റീവ് ഫിഗറെ ആക്സെപ്റ്റ് ചെയ്യാവുള്ളൂ. ഇനി രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഏറ്റവും കൂടിയ NPV ഏതാണോ അത് ആക്സെപ്റ്റ് ചെയ്യുക. ഇനി പിന്നെ നമ്മൾ പറഞ്ഞത് ഇവിടെയൊക്കെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ ആണ് വന്നിരിക്കുന്നത്. രണ്ടിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് സെയിം ആണ്. പ്രൊജക്റ്റിൻ്റെ കാലയളവ് നമ്മളോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ രണ്ടും 5 വർഷത്തേക്കാണ് ഉള്ളതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് ഈ മെത്തേഡ് ഇവിടെ ധാരാളമാണ്. പക്ഷേ ഒരേ ക്യാഷ് ഇൻഫ്ലോ വരുന്ന സമയത്ത് നമുക്കൊന്നുമില്ല, ആ ഡിസ്കൗണ്ട് ഫാക്ടറിൻ്റെ മാത്രം നോക്കി വയ്ക്കുക, ഡയറക്റ്റ് ഇൻറ്റു ചെയ്യുക. എന്നതിന് ശേഷം എന്താണ് ഇതിൻ്റെ ടോട്ടൽ എടുത്താൽ തന്നെ നമുക്ക് ക്യാഷിൻ്റെ ഇൻഫ്ലോ സെയിം ആണെങ്കിൽ ഈ കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂവിൻ്റെ ടോട്ടലിനെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ തന്നെ ഉത്തരം അവിടെ കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആവുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ NPV ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുടെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്